റെഡേ ആ ഇരിക്കുന്നുണ്ടല്ലേ രാധാകൃഷ്ണൻ, വൈകുന്നേരം തൊട്ട് കുടിയാ, എഴുന്നേറ്റ് പോലെ ഇവിടെ തന്നെ ഇരിക്കുക. നമസ്കാരം റെഡേ. ഹേയ് റെഡേ. വാറണ്ടേ. എത്ര കാലമായി ശീലം? ഇപ്പോ 2 ദിവസമായുള്ളൂ. ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ? കറക്റ്റാ പറഞ്ഞത്. ബാറ്റ്, ബോള്, സ്റ്റംപ് എല്ലാത്തിനും ഞാൻ ലവ് ചെയ്യുന്നുണ്ട്. ആ പണ്ടാരം മതിയെങ്കിൽ ഒന്നിന് പകരം 4 വാങ്ങിച്ചൂടെ? എന്തിനാ കുടിച്ചു നശിക്കുന്നേ? ഫ്യൂച്ചർ പോയി റെഡേ, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത്. രഞ്ജി ട്രോഫി മാച്ചിൽ ഞാൻ ഇല്ല റെഡേ. 2 ദിവസം കഴിഞ്ഞാൽ മാച്ച് തുടങ്ങാൻ പോവാ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ 30 വയസ്സായി. ഈ മാച്ചിൽ ഞാൻ കളിച്ചില്ലെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ ഔട്ടാറട്ടെ. റെഡേ, വരുന്ന 15-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് വരണേ റെഡേ. എൻ്റെ ശവസംസ്കാരത്തിന് എൻ്റെ ബാറ്റ്, സ്റ്റംപ് എല്ലാം വെച്ച് എന്നെ കത്തിക്കണ റെഡേ. കാശ് കുറച്ച് ചിലവാകും, എന്നാലും അത് ചെയ്യണ റെഡേ. ഞാൻ ചാവാൻ പോവാറുണ്ട്. കേട്ടാ ആ ഫോൺ നമ്പർ എന്താ? 6 സാമി 52 65 74. ഒച്ച ഉണ്ടാക്കാതിരിക്കടാ. ഹലോ, നിന്റെ പേരാണ് ആർസാമി. എന്തിനാടാ പേരിട്ടത്? വീട്ടിൽ 6ാമത്തെ ആളായിട്ടാ ജനിച്ചത്, അതുകൊണ്ട് ആർസാമി എന്ന് പേരിട്ടത്. എങ്ങനെയുണ്ട്? എന്ത് കോപ്പ്? അപ്പൊ നീ 9ാമുണ്ടായാലോ? സുരേഷ് ഗോപി പോലും കോടീശ്വരനിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. എങ്ങനെയാടാ നാറ്റത്തി കിടക്കുന്നേ? അടുക്കളയിൽ ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുക, അത് ഓഫ് ചെയ്തിട്ട്. ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടടി. ഗ്യാസ് ഇടയ്ക്ക് പോന്ന് ശരീരത്തിന് നല്ലതല്ല. അയ്യോ, ഞാൻ ആ ഗ്യാസിനെ പറ്റി അല്ലടി പറഞ്ഞത്, അടുക്കളയിലെ ഗ്യാസ് ലീക്ക് ആവുന്നെന്ന്. എന്താ നിങ്ങൾ പറഞ്ഞു? നിന്റെ മകൻ കേൾക്കുന്ന വാക്മാൻ ഓഫ് ചെയ്യാൻ പാടില്ല. സിലിണ്ടർ ഓഫ് ചെയ്തില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ആ വാക്മാൻ ഓഫ് ചെയ്താലും പൊട്ടും. അത് ഓഫ് ചെയ്തിട്ടെന്താ കാര്യം? അങ്ങോട്ട് നോക്കി, അവൻ നെല്ല് കുത്തുന്ന പോലെ കുത്തിക്കൊണ്ട് ഡാൻസ് ചെയ്യല്ലേ. എടി, അവൻ വാക്മാൻ ഓഫ് ചെയ്യാൻ പാടില്ല. നേരം വെളുക്കുന്നവരെ അവനിങ്ങനെ റണ്ണിങ്ങിൽ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ പെർമനന്റ് ആയിട്ട് സ്ലീപ്പിംഗ് കണ്ടീഷനിലേക്ക് പോകണി. പേര് രാധാകൃഷ്ണൻ. അവനെ ക്രിക്കറ്റ് ടീമിൽ ചേർത്തേക്കണം. എന്താ അതിന്റെ പേര്? അത് കഞ്ഞിക്കോപ്പ. എന്താ? രഞ്ജി കപ്പ്. ആ, രഞ്ജി കപ്പിൽ അവൻ കളിക്കണം. എടുത്തില്ലെങ്കിൽ എടുക്കണം. ഇല്ലെങ്കിൽ 6 സാമി അരസാമി ആവും. ഇനി ചെയ്തോ. രാധാകൃഷ്ണ, സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന്. മോനെ, രഞ്ജി ട്രോഫിയില് 11 പേരിൽ ഒരാൾ നീയാ കളിക്കുന്നത്. സാർ, സത്യമാണോ സാർ? അല്ല സാർ, എനിക്ക് പകരം സണ്ണി ബോളിനെ ചേർത്തു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അവനോട് പോകാൻ പറ. സണ്ണി ബൗൾ ഞാൻ ക്യാപ്റ്റനെ മാറ്റിയിട്ടാണ് നിന്നെ ഉൾപ്പെടുത്തിയത്. എനിക്കും എന്റെ കുടുംബത്തിന് നന്നായി ജീവിക്കണ്ടേ. ദയവായിട്ട് ഇതിലൊന്ന് സൈൻ ചെയ്തേക്കടാ മോനെ. രാധാകൃഷ്ണ, നീ പറ്റില്ലെന്ന് മാത്രം പറഞ്ഞേക്കരുത്. എന്റെ കുടുംബം വഴിയാധാരമായി പോകും. നമസ്കാരം. റെഡ്, എന്താ കാര്യം പറ. ഞങ്ങൾ ഡൊണേഷൻ ചോദിച്ചു വന്നതാ. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക് ശരിക്കും അറിയാം. നമ്മുടെ നാരായണന്റെ സൺ മിസ്റ്റർ രാധാകൃഷ്ണൻ ഇപ്പൊ വലിയൊരു ക്രിക്കറ്റ് പ്ലെയർ ആയില്ലേ. ഞങ്ങളൊരു ക്രിക്കറ്റ് മാച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ വെച്ച് നടത്താൻ ആഗ്രഹിക്കുക. അദ്ദേഹം വന്ന് കളിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് പണം കിട്ടും. ആ പണം അനാഥ പിള്ളേർക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും. ആ ഫാമിലിയായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമല്ലേ? അയാളുടെ സിസ്റ്റർ ഗായത്രി ഇപ്പൊ ഇവിടെ ഇല്ല. രാധാകൃഷ്ണനോട് നിങ്ങളൊന്ന് കളിക്കാൻ പറഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ചോദിക്കാം. വളരെ നന്ദി. എന്നാ ശരി. ഹേ റെഡേ, എന്താ ഇവിടെ? എനിക്ക് തനിച്ചൊന്നും സംസാരിക്കണം. നിന്ന് സംസാരിക്കാൻ സമയമില്ല. റെഡ് റണ്ണിങ്ങിൽ വാ, അല്ലെങ്കിൽ അടുത്ത മാസം 4-ാം തീയതി കാണാം. ഇത് പിടിക്കേ. 10-15 വർഷമായിട്ട് അനാഥ കുട്ടികൾക്ക് പഠിക്കാനും മറ്റു സൗകര്യങ്ങളും ഞാൻ ഏർപ്പാട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. നമ്മുടെ നാട്ടിലൊരു ക്രിക്കറ്റ് മാച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നീയൊന്നും ഒന്ന് കളിക്കുകയാണെങ്കിൽ കളിച്ചാൽ അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾക്ക് ചെലവിനുള്ള കാശ് കിട്ടും. നാട്ടിലൊക്കെ പിള്ളേരല്ലേ കളിക്കുന്നത്. എനിക്ക് അവിടെ ഒന്നും കളിക്കാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു കാര്യത്തിനല്ലേ, വന്നൂടെ? ഏത് ഡ്രസ്സാ ധരിക്കണ്ടേ, ഏത് ഷൂ ആ ഇടണ്ടേ, ഏത് പേസ്റ്റാ യൂസ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. അല്ല,
ഞാൻ ഈ മാച്ച് കളിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് കമ്മീഷൻ കിട്ടും? എന്താ റെഡേ ഒന്നും മിണ്ടാത്തെ? കൂടെ ഓടാൻ പറ്റുന്നില്ലല്ലേ? ബായ്. രാധാകൃഷ്ണ നിക്കടാ. എന്താച്ചാ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർ കാലത്ത് എനിക്ക് ഓടാൻ പറഞ്ഞു. ഇല്ലടാ, ഉപ്പാടാ, സോൾട്ട്. റെഡ് തരുന്ന ഭക്ഷണത്തിലുള്ള ഉപ്പാടാ, ഉപ്പ്. ഒന്ന് പോച്ച. ഓടുവാണ നീ, നിക്കടാ. എടാ, വലിയ വലിയ ആൾക്കാരെല്ലാം അവന്റെ മുമ്പ് നിന്ന് സംസാരിക്കാനേ പേടിക്കും. അങ്ങനെയുള്ള വ്യക്തിയെ നീ നിന്റെ പിന്നാലെ ഓടിക്കുവാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എത്ര ഓടിയാലും ശരി നിന്റെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ കുറയാനേ ഒന്നും പോകും. മിണ്ടാതിരിക്കുന്നുണ്ടോ? പോയി നിന്റെ പണി നോക്കടാ. നിക്ക്, രാവിലെ പുസ്തകം എടുത്ത് വായിക്കാനുള്ളതിന് അവന്റെ പുറകെ ഓടാൻ നടക്കുവാണോ? പോ, വീട്ടിലേക്ക് പോ. പോകാനല്ലേ പറഞ്ഞേ? അലവലാതി. എടാ, ഒരു കാര്യം നിന്റെ ഓർമ്മയിരിക്കട്ടെ, ജീവിതത്തിലാണെങ്കിലും ഗ്രൗണ്ടിലാണെങ്കിലും സാവധാനം ഓടണം. സ്പീഡിൽ ഓടിയാലേ റണ്ണൌട്ട് ആകും നീ. എന്നടാ, ഞങ്ങളും ടി വിയിൽ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണുന്നവരാ. വലിയ സ്റ്റൈലൊന്നും വേണ്ട, അടി. കഴിച്ചോടാ. കഴിച്ചു. കഴിച്ചോന്ന്? കഴിച്ചു. പാൽ 1 ലിറ്ററിനും ക്വാർട്ടറിനും 3 രൂപ വെച്ച് വില കൂട്ടി. അങ്ങോട്ടേക്ക്. സ്റ്റേഡിയം തന്നെ ഷോക്കായി പോയി. വാറടേ. എന്താ? ആ സൈഡ് കന്നേ. 99 റൺ എടുത്തു. ഒരു റണ്ണും കൂടി എടുത്തെങ്കിൽ സെഞ്ചുറി ആയനെ. ഭയങ്കര ബഹളമായിരുന്നു സ്റ്റേഡിയത്തിൽ. LBW ഒന്നുമല്ല. എന്നിട്ടും അമ്പയർ കൈപൊക്കി. ആ കൈ വെട്ടണോ വെട്ടണ്ടേ? വാ. കുടിച്ചിട്ടുണ്ടല്ലേ? രാവിലെ സംസാരിക്കാം. അഡ്വൈസ് ഒന്നും വേണ്ടല്ലേ. എനിക്ക് സെഞ്ചുറി അടിക്കാൻ പറ്റാതിരുന്ന ആ സ്റ്റേഡിയത്തിൽ അമ്പയറുടെ കൈ വെട്ടി വീഴ്ത്തണം. ഗ്രൗണ്ടിൽ ഓടിയപ്പോൾ നീ ചോദിച്ചില്ലേ, അതിനേക്കാൾ കൂടുതൽ കാശ് ഞാൻ തന്നേക്കാം. വാ. രാധാകൃഷ്ണ, ഇപ്പൊ നിന്റെ അവസ്ഥ ശരിയല്ല. എന്താണെങ്കിലും രാവിലെ സംസാരിക്കാം. ഇപ്പൊ നീ പോ. ഏയ് ശേ, ഇടയ്ക്കരുത് സംസാരിക്കുന്നു. മിണ്ടാരിടാ. ഒന്നും പറയണ്ടേ. നാളെ നാട്ടുകാർ മുഴുവൻ പറയണം അവൻ്റെ കൈ വെട്ടണ്ടായിരുന്നു. മുമ്പൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. നിനക്കതറിയില്ല. ഇപ്പം ന്യായമില്ലാത്തത് ചെയ്യാറില്ല. പോവാൻ നോക്ക്. നീ എന്നെ സഹായിക്കില്ലേ? നീ എന്താ റിട്ടയർ ആയോ? അതോ അത്രേ ഉള്ളോ? വെറുതെ ആയിപ്പോയി. നിന്നെയൊക്കെ വിശ്വസിച്ചത് വേസ്റ്റ്. എന്താടാ കാണിച്ചത്? അങ്ങോട്ട് തുപ്പിയതല്ലേ? എവിടാ തുപ്പിയത്? മരത്തിൽ തന്നെ. റെഡ്, ഞാൻ കാശ് തരാന്ന് പറഞ്ഞല്ലേ? ആർക്ക് വേണം നിന്റെ കാശ്?